അപ്പോൾ നമസ്കാരം. സംസാരം ടിവിയുടെ മലയാളത്തിലെ പാചക വിദഗ്ധരെ തേടിയുള്ള യാത്ര ഇന്ന് നിൽക്കുന്നത് നമ്മുടെ മൂവാറ്റുപുഴ ജിഷ ചേച്ചീൻ്റെ വീട്ടിലാണ്. ജിഷ ചേച്ചിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട് കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൗതുകത്തിന് വേണ്ടി വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി അച്ചാറിട്ട് തുടങ്ങിയ ആളാണ്. ഇപ്പോൾ ഒരു അച്ചാറിൻ്റെ സംരംഭകയായി മാറി അല്ലേ? അങ്ങനെ പറയാം. ഇപ്പോൾ എത്ര കാലമായി ഇങ്ങനെ അച്ചാറിൻ്റെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? നേരത്തെ മുതൽ ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ പൈസക്കായിട്ട് പോയി തുടങ്ങിയിട്ട് ഒരു 3 മാസം 4 മാസം ആയുള്ളൂ. കൂടുതലായിട്ട് വന്നിട്ട് 1 മാസം ആയുള്ളൂ. വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തുടങ്ങിയതാണ്. ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ എല്ലാവർക്കും വേണ്ടി അതാ നല്ലതാണോ ഇത് നല്ലതാണോ അങ്ങനെ. പിന്നെ മോള് ഹോസ്റ്റലായിരുന്നു, അപ്പം കുറച്ച് ട്രൈ ചെയ്ത് നോക്കി കൊടുത്തുവിടാൻ വേണ്ടി. അങ്ങനെയാണ് മെയിനായിട്ട് തുടങ്ങുന്നത്. അതെ, അതിപ്പോൾ ഒരു വ്യവസായ രീതിയിലേക്ക് മാറി അല്ലേ? പക്ഷെ വ്യവസായ ആയെങ്കിലും ആ തനത് രുചി മാറ്റാതെ കലർപ്പില്ലാതെ അല്ലേ, ആ രീതിയിലാണ്. അതാണ് ഇപ്പൊ ഓർഡർ കൂടുതൽ വന്നാലും ഇപ്പൊ ഓർഡർ ഡിലേ ആയാലും നമ്മൾ സാധനം ക്വാളിറ്റി നന്നായിട്ട് ഇട്ട് കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതെ. അപ്പോൾ ആ ക്വാളിറ്റി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വന്ന് വീഡിയോ എടുക്കുന്നത്. കാരണം ഒരു പുറത്തേക്ക് ഒത്തിരി അച്ചാറുകൾ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയെങ്കിലും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ അത് കൃത്യമായി പാലിക്കുന്ന ഒരാളായതുകൊണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ബീഫ് അച്ചാറാണോ? ബീഫൊക്കെ നല്ല കണ്ടീഷനായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചേച്ചി തന്നെ പറഞ്ഞ് അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും മലയാളികൾക്ക് നല്ല പുതുമയുള്ള നല്ല അച്ചാർ ഇനി മുതൽ കഴിക്കാം. ജിഷ ചേച്ചി പറഞ്ഞു തരും. ഇന്നിപ്പോൾ നമ്മളിവിടെ ബീഫ് അച്ചാർ ഇടാനായിട്ടാണ് ഞാനത് പുഴുങ്ങി അതിൻ്റെ വറക്കാനുള്ള പാകത്തിനാക്കി വെച്ചിരിക്കുന്നതാണ് ഇതിൽ കാണുന്നത്. അതിന് മുമ്പ് നമ്മൾ ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ അത് മുഴുത്ത കഷ്ണമായിട്ട് തന്നെ നുറുക്കി കഴുകി വാരിയെടുത്ത് അതിന് വേണ്ട ഉപ്പ്, മഞ്ഞൾ പൊടി, മുളക് പൊടി, ഇത്ര 3 കൂട്ട് സാധനമാണ് ഞാൻ ചേർക്കുന്നത്. അത് നല്ലോണം തിരുമ്മി ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം കുക്കറിൽ വെച്ച് അത് ഒരു ബിസിലടിക്കുന്നിടം വരെ എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് അത് കോരി വെച്ച് ആറി കഴിയുമ്പോഴാണ് ഈ പരുവത്തിലാക്കി നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. ഇത് എടുത്തതിന് ശേഷം ഇനിയിപ്പം നമ്മൾ സ്റ്റൗ കത്തിച്ച് ഉരുളി അടുപ്പത്ത് വയ്ക്കുന്നു, എണ്ണ ഒഴിക്കുന്നു, വറക്കുന്നു. ഞാൻ ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത്, നല്ലെണ്ണയാണ്. ഈ നമ്മൾ എള്ള് നേരിട്ട് ആട്ടിയെടുക്കുന്ന എണ്ണയാണ്, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എണ്ണയല്ല ഞാൻ ഉപയോഗിക്കുന്നത്. ഈ എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതാണ് ഇതിൻ്റെ അച്ചാറിൻ്റെ ടേസ്റ്റും. ഇട്ട് നോക്കാം ഇത്ര എണ്ണ മതിയോ എന്ന്. ഇതിട്ട് കഴിയുമ്പോൾ ഇച്ചിരി കുറവാണെങ്കിൽ ഇച്ചിരി എണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ എണ്ണ ചൂടായി, ഇന്നത്തേക്ക് ബീഫ് വറക്കാൻ വേണ്ടി ഇടുവാണേ. ഇത് വറുത്ത് അതിൻ്റെ ഒരു പാകമുണ്ട്, അതിലായി വന്ന് കോരി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കഴിവതും നമ്മൾ ബീഫ് അരിയുമ്പോൾ എല്ലാം ഒരേപോലെ കഷ്ണങ്ങൾ വരുന്ന രീതിയിലായി നമുക്ക് വറുത്ത് കോരുമ്പോൾ എല്ലാം ഒരേ മൂപ്പിൽ കിട്ടും. പിന്നെ ഇത് അച്ചാർ ഇട്ട് കഴിയുമ്പോൾ നമ്മളിപ്പം അതിന് മുന്നേ ഒത്തിരി തിരുമ്മിപ്പറിക്ക് വെച്ചിട്ടൊന്നും കാര്യമില്ല. ഇത് വറുത്ത് കോരി ഇട്ട് എല്ലാം ചേർത്ത് വെച്ചതിന് ശേഷം ഒരു ഇന്ന് റെഡിയാക്കി വെക്കുവാണെങ്കിൽ നാളെ കഴിഞ്ഞാണ് നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം ഒന്നോടെ ഞാൻ ഇടയ്ക്ക് നാളെ ആകുമ്പോൾ ഒന്നോടെ എടുത്ത് നോക്കും ഉപ്പും വിനാഗിരിയും നല്ലോണം ആയിട്ടുണ്ടോയെന്ന്. ബാക്കി എല്ലാ സാധനങ്ങളും കറക്റ്റായിരിക്കും. അത് ചിലപ്പോൾ ഇറച്ചി ഇങ്ങനെ അത് ഇറച്ചിയുടെ ഇരുന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനെ ഇറച്ചിയെ കുടിക്കുന്നതെന്ന്. അതിലേക്ക് അബ്സോർബ് ചെയ്ത് വരുമ്പോൾ വരുന്ന വ്യത്യാസങ്ങളാണത്. അപ്പോൾ ഇറച്ചി കടിച്ച് നോക്കുമ്പോൾ അറിയാം, എടുത്ത് പയ്യെ ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം നമുക്ക് വിനാഗിരിയും ഉപ്പും കറക്റ്റായിട്ടുണ്ടോയെന്ന്. അപ്പോൾ അതനുസരിച്ച് വേണമെങ്കിൽ പിറ്റേ ദിവസം അത് സെപ്പറേറ്റ് ഒന്ന് ചൂടാക്കി വിനാഗിരി ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കി ശകലം അതിൻ്റെ കളറ് മാറാൻ വേണ്ടി ഒരു മഞ്ഞൾ പൊടി ശകലം ചേർത്തിട്ട് ഉപ്പും കൂടി ഇട്ടിളക്കി ആറിക്കഴിയുമ്പം ഇതിലേക്ക് തന്നെ ഒഴിച്ച് ചേർത്ത് ഇളക്കി വെച്ചാൽ മതി. ഈ എണ്ണ ആയതുകൊണ്ടാണ് ഇങ്ങനെ പതഞ്ഞ് വരുന്നത്. മറ്റേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എണ്ണയാണെങ്കിൽ ഇങ്ങനെ പതയത്തില്ല. ഇത് നല്ല ഒറിജിനൽ എണ്ണ ആയതുകൊണ്ട് എള്ളാട്ടിയെടുത്ത് നല്ല എണ്ണ ആയതുകൊണ്ടാണ് ഇങ്ങനെ പതഞ്ഞ് വരുന്നത്. ഇത് റെഡിയായേ. ഇപ്പം നമ്മൾ ഒത്തിരി നാളത്തേക്ക് വെക്കാനാണെങ്കിൽ ഇച്ചിരി മൂത്ത് നന്നായിട്ട് എടുത്താൽ ഇപ്പം കടിക്കുമ്പോൾ അന്നേരം ഒരു സോഫ്റ്റ്നെസ് കാണില്ല. അപ്പോൾ ഇത് പാകമായി, ഇപ്പം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്ത് ഇപ്പം അത് താന്നിട്ട് നമുക്ക് കോരി എടുക്കണം. ഇപ്പം നമുക്കത് എല്ലാം അച്ചാറിന് വേണ്ട കാര്യങ്ങളെല്ലാം ചേർക്കാൻ വേണ്ടി മൺചട്ടിയിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളമുണ്ട്, വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം
ചൂടായി വെള്ളം പറ്റിയതിന് ശേഷം എണ്ണ കടുകൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇടാം, എന്തോരം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇടാനുള്ള സാധനങ്ങൾ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലയൊക്കെ എന്തോരം ചേർന്നാലും അത്രയും ടേസ്റ്റാണ്. അപ്പോൾ കടുക് പൊട്ടി നമുക്ക് സ്റ്റൗവിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് എല്ലാം കൂടെ അല്ലെങ്കിൽ ഒന്ന് കരിഞ്ഞു പോയെങ്കിൽ തീ ഓഫ് ചെയ്ത് വെച്ചേക്കുക. നല്ലെണ്ണ ആയതുകൊണ്ടാണ്, നല്ല എള്ള ആട്ടിയെടുത്ത ശുദ്ധമായ എണ്ണ ആയതുകൊണ്ടാണ് ഇങ്ങനെ പത വരുന്നത് കേട്ടോ സാധനങ്ങൾ ഇടുമ്പോൾ. തീ ഓഫ് ചെയ്ത് വെച്ചിട്ടും എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇച്ചിരി ആറിയിട്ടേ നമുക്ക് മുളക് പൊടി ബാക്കിയുള്ള സാധനങ്ങൾ ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ. ഇടാൻ പാകത്തിന് ആയി കിട്ടാം മുളക് പൊടി, മഞ്ഞൾ പൊടി, അതിന് വേണ്ട ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഓരോന്ന് ഇടുമ്പോൾ ഞാൻ പറയാം ഏതൊക്കെയാണ് ഇടുന്നതെന്ന്. ആദ്യം നമുക്ക് ഇത്തിരി മഞ്ഞൾ പൊടി ഇടാം. ഇതും മഞ്ഞളും നമ്മുടെ ഇതുമായിട്ട് മഞ്ഞൾ പൊടിച്ചെടുത്തതാണ് കടയിൽ നിന്ന് വാങ്ങിച്ച മഞ്ഞൾ പൊടിയല്ല കേട്ടോ. പിന്നെ എരിവിനൊരു ശകലം നമുക്ക് ഒരു മുളക് പൊടി ചേർക്കാം. ഞാൻ ഒത്തിരി മുളക് പൊടി ചേർക്കുന്നില്ല, എരിവ് ഒത്തിരി. ഇപ്പോൾ ഇത്രയും ഇറച്ചിക്ക് ഈ മുളക് പൊടി മതി കേട്ടോ, 2 സ്പൂൺ മുളക് പൊടി മതി. ഈ കുഞ്ഞ് സ്പൂണിന് 2 സ്പൂൺ എന്ന് പറഞ്ഞെന്നോർത്ത്. പിന്നെ ഞാനിത് ഒരു പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില, ഗ്രാമ്പു, കുരുമുളക്, ഇങ്ങനെ എന്ന് വേണ്ട കുറേ കനവന സാധനങ്ങളെല്ലാം കൂടെ അരച്ചതിൻ്റെ ഒരു ഗ്രേവിയാണത്. അതൊരു ശകലം ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള സാധനം കാശ്മീരിയിൽ നമ്മൾ മേടിച്ച് മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കുന്നതാണ്. കഴുകി വാരി എടുത്തെല്ലാം ചെയ്യുന്നതാണ് കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ. ഈ ഒരു കളറായിട്ട് കിട്ടണ രീതിയിൽ ആക്കിയെടുക്കണേ. അത് കണ്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അതിന് ശേഷം നമ്മൾ ഇറച്ചി ഇട്ട് കൊടുക്കുക. തീ കുറച്ച് വെച്ചു. നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഇറച്ചിയാണേ, അതിലേക്ക് ഇട്ട് കൊടുത്തു. വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് ഒന്ന് സെറ്റായി വരാനുണ്ട്. അച്ചാർ റെഡിയായി. ഞാൻ സ്റ്റവൊക്കെ ഓഫ് ചെയ്ത് വെച്ചു. ഇനി ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ടുള്ളത് കിട്ടണമെങ്കിൽ നമ്മൾ ഇന്ന് ഇട്ട സാധനം നാളെ കഴിഞ്ഞ് എടുക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പം നാളെ രാവിലെ നമ്മൾ ഒന്നോടെ എടുത്തൊന്ന് ശകലം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വിനാഗിരി ചേർക്കാനാണെങ്കിൽ ഒരു പാൻ എടുത്ത് അതിനകത്ത് വിനാഗിരി ഒഴിച്ച് അത് ചൂടാക്കിയതിന് ശേഷം ഒരു ശകലം മഞ്ഞൾപ്പൊടിയും ചേർത്ത്, പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി അതിനകത്ത് തന്നെ ചേർത്ത് ഇളക്കി വെച്ചിട്ട് ആറിക്കഴിയുമ്പം ഈ അച്ചാറിനകത്തേക്ക് ചേർത്ത് ഒന്നോടെ ഒന്ന് ഇളക്കി എടുത്ത് വെച്ചാൽ മതി. അപ്പം പിറ്റേ ദിവസം എടുത്ത് കഴിയുമ്പോഴത്തേനും റെഡി ആയിട്ടിരിക്കും. ചേച്ചി, ഞാനിങ്ങനെ ചേച്ചി അച്ചാറുണ്ടാക്കുന്നത് ഇങ്ങനെ കൗതുകത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു. എന്ത് ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നറിയാം, ഇതിനകത്ത് ആ എണ്ണ എവിടെയും കണ്ടിട്ടുമില്ല. നല്ലെണ്ണയാണെങ്കിലും അത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതെന്ന് പറയാം. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു മില്ലുണ്ട്. അവിടെ എല്ലാം എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ കാങ്ങ തന്നെ എടുത്തുകൊണ്ട് വന്ന്, ഞാനെല്ലാം എടുത്തു കൊടുക്കുന്നെങ്കിലും നമ്മുടെ കാങ്ങ തന്നെ എടുത്തുകൊണ്ട് വന്ന് ചെയ്ത് എനിക്ക് ചെയ്ത് തരുന്ന.
പുള്ളി അങ്ങനെ ഒരു ബിസിനസ് മൈൻഡ് അല്ല, സാധനം നല്ലത് കൊടുക്കാന്നുള്ള. അപ്പം ചേച്ചിയുടെ അച്ചാറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അതാണ് അല്ലേ? ഓക്കെ. അപ്പം പിന്നെ ശരിക്കും പിന്നെ പുറത്തുനിന്ന് മേടിക്കുന്ന എണ്ണേനേക്കാളൊക്കെ അത് നമ്മൾ ഉണ്ടാക്കിയപ്പം നമുക്കത് മനസ്സിലായി കാണുമായിരിക്കും. ആ എണ്ണ പതഞ്ഞ് പൊങ്ങി വരുന്നില്ലേ, നമുക്കത് ഇട്ട് കഴിഞ്ഞാൽ കാണത്തില്ല. അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ഇട്ട് കഴിഞ്ഞപ്പോൾ കാണത്തില്ല, പത മാത്രമല്ലേ ഉണ്ടായിരുന്നത്. ചൂടി തന്നെ അതുപോലെ തന്നെ ഇതൊരു സ്പെഷ്യലാണ് ചേർക്കുന്നില്ല അല്ലേ? സ്പെഷ്യലാണ്. ഇതാണ് ജിഷ ചേച്ചിയുടെ സ്പെഷ്യൽ കൂട്ട്. അപ്പോൾ അത് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിയേണ്ടവർ നേരെ ഇവിടെ വന്ന് മേടിക്കുക അല്ലേ? എന്തായാലും ഒന്ന് രുചി നോക്കാം അല്ലേ? നോക്കിക്കോ, നല്ല ചൂടാ. ഗംഭീര. ശരിക്കും ഇതിപ്പോൾ വാങ്ങിയതല്ലേ ഉള്ളൂ, എന്നിട്ട് പോലും ഈ ടേസ്റ്റ് ആണെങ്കിൽ 2 ദിവസം കഴിയണം എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? കഷ്ണത്തിലേക്ക് അത് ആകണമെങ്കിൽ ഇപ്പൊ ഗ്രേവി കിട്ടുന്ന ടേസ്റ്റ് കഷ്ണത്തിന് കിട്ടത്തില്ല, ചവച്ച് കഴിയുമ്പോൾ നമുക്ക്. അതെ അതെ. ശരിക്കും നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരിക അല്ലേ? അപ്പോൾ വെറുതെ അല്ല പറഞ്ഞ ജിഷ ചേച്ചിൻ്റെ അച്ചാറുകളുടെ ടേസ്റ്റ് അറിഞ്ഞ് പലരും കേരളത്തിന് പുറത്തുനിന്നൊക്കെ ആൾക്കാർ ഓർഡർ വിളിക്കുന്നുണ്ട്. പുറത്തൊന്നും പിന്നെ ഫോറിനിലുള്ളവരെല്ലാവരും ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എക്സ്പോർട്ടിങ് നമുക്ക് ലൈസൻസ് ഒന്നും ഇല്ല. കസിൻസ് ഒക്കെ പോകുമ്പോഴും കൂട്ടുകാരും അങ്ങനെ വരുന്ന രീതിയിൽ ഇപ്പം കേരളത്തിൽ തന്നെയാണ് കളക്ട് ചെയ്തുകൊണ്ട് പോവുക. പുറത്തേക്ക് നമുക്ക് കൊറിയർ വഴി അയക്കുന്നതിന് കുഴപ്പമില്ല, മറ്റേ കേരളത്തിന് പുറത്തേക്ക് അയക്കുന്നതിന് കുഴപ്പമില്ല. ഒരു തവണ മേടിച്ചൊരു പിന്നെ റിപ്പീറ്റ് ഓർഡറുകൾ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഈ ടേസ്റ്റിൻ്റെ ഒരു ഇതാണ്. അപ്പം അച്ചാറുകൾ ആവശ്യമുള്ളവർ ജിഷ ചേച്ചിനെ ഇവിടെ മൂവാറ്റുപുഴ മാറാടി അല്ലേ? മാറാടി 3 കിലോമീറ്റർ മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ജിഷ ഹോം മെയ്ഡ് പിക്കിൾസ്. ജിഷാസ് ഹോം മെയ്ഡ് പിക്കിൾസ്. ഇത് ശരിക്കും ഒരു കുടുംബത്തിൻ്റെ മൊത്തം സംരംഭമാണ് അല്ലേ? ചേച്ചി ഫുൾ സപ്പോർട്ടാണ്, എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവഡ് ആണ്. ചേച്ചിയും ഹസ്ബൻഡും 3 പിള്ളേരും, മക്കൾ പഠിക്കുന്നവർ. അപ്പോൾ അവരെല്ലാം എല്ലാവരെയും കാണിച്ചു തരാം. അപ്പം ഒരു കൂട്ടായ സംരംഭമാണ്. മാത്രമല്ല ആ കൂട്ടിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് ഒന്ന് രുചിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് പിന്നെ മറക്കാൻ കഴിയില്ല. അപ്പം ഇവിടെ വന്നിട്ട് എല്ലാവരും അച്ചാർ മേടിച്ച് കഴിച്ച് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ തന്നെ ഇത് ചെയ്ത് നോക്കുക. ഇതുപോലെ നമ്മുടെ സംസാരം ടിവിയുടെ തന്നെ ഒരു സൈറ്റുണ്ട്, നാച്ചുറൽ ടു ഹോം എന്ന് പറഞ്ഞാൽ. അതിലൂടെയും ഈ അച്ചാറുകൾ നിങ്ങൾക്ക് മേടിക്കാം. അപ്പോൾ എല്ലാവരും ജിഷ ചേച്ചിനെ പ്രോത്സാഹിപ്പിക്കുക അല്ലേ? അപ്പം നമ്മുടെ ചേട്ടനെയും മക്കളെയൊക്കെ ഒന്ന് അല്ല അപ്പോൾ ഇതാണ് ജിഷ ചേച്ചീൻ്റെ കുടുംബം. ഹസ്ബൻഡും 3 മക്കളുണ്ട്. അതിനകത്ത് ഒരാൾ കോളേജിൽ പോയി അല്ലേ? അപ്പം ഭാവിയിൽ ഒരു കളക്ടറെ പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പം ഇതാണ് ആൽബിൻ്റെ ഒരു കൺസെപ്റ്റാണ് ഇത്, ഈ അച്ചാർ സംരംഭം. അതെ അല്ലേ? ഞങ്ങളൊക്കെ എല്ലാവരും പോയി കഴിയുമ്പോൾ അവൻ ഒറ്റയ്ക്കുള്ളൂ വീട്ടിലെ. അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് രാത്രി 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വരുന്നത്. അപ്പോൾ അതുപോലെ ഒറ്റയ്ക്ക് ഇരുന്ന കക്ഷി മടുത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് ആൾക്കാരെ കാണണം, ജനത്തോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അവന് വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനമാണ് ശരിക്കും ഒരു ഷോപ്പ്. കാലത്തെ വർഷങ്ങളായിട്ട് ഉണ്ടാക്കുമായിരുന്നു, അച്ചാർ ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ അച്ചാർ ഒരു ജനകീയ ബാക്കി ഞങ്ങളായ ഒരു സ്വത്തായിട്ട് കൊണ്ടു നടക്കുകയായിരുന്നു. അതിനൊരു മാറ്റം വരുത്തി വാശി പിടിച്ച് അത് പുറത്തോട്ട് മറ്റുള്ളവരും കൂടി ആ ടേസ്റ്റ് അറിയണമെന്ന് പറഞ്ഞു തുടങ്ങിയത് ഇവനാണ്. എന്നെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചത് അവനാണ്. അപ്പം അമ്മയുടെ കൈപുണ്യം ജനങ്ങൾ അറിയണമെന്ന് ആഗ്രഹിച്ചത് അവനാണ് ശരിക്കും. അത് മക്കൾ 3 പേരും സപ്പോർട്ടായിരുന്നു. പക്ഷെ ഇവൻ അത് നിർബന്ധമായിരുന്നു. ഇപ്രാവശ്യം ഇച്ചിരി നിർബന്ധം പിടിച്ചു. ഞാൻ തന്നെ കടയിലിരുന്ന് തന്നെ ചെയ്തോളാം. വീടിനടുത്ത് തന്നെ, നമുക്ക് തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അവിടെ അടുത്ത് കിട്ടിയപ്പോൾ നമുക്ക് സൗകര്യം ആയിരുന്നു. അവിടെ എല്ലാ ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ അച്ചാറുകളും അവിടെ കിട്ടും. പിന്നെ പായസം ഉണ്ടോ? പായസം വെച്ചത് പിന്നെ തമാശ ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഉദ്ഘാടനത്തിന് മധുരം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പായസം ഒക്കെ കൊടുത്ത്, അപ്പൊ അങ്ങനെ കുടിച്ചു കഴിഞ്ഞപ്പോ എല്ലാവർക്കും തന്നെ നല്ല അഭിപ്രായമായി. MLA വന്നിട്ടുണ്ടായിരുന്നു, മാത്യു കൊടനാടൻ MLA അപ്പൊ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും MLAക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പലരും പറഞ്ഞു കടയിൽ വെക്കുന്നുണ്ടോ, ഞങ്ങൾ വാങ്ങിച്ചോളാം അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ അന്നാണ് കടയില് പായസം കൂടെ വെക്കാതില്ല. തുടക്കം തന്നെ ഗംഭീരായിരുന്നു. ആൽബിൻ ഡിഗ്രി ഞാൻ ഫൈനൽ ഇയർ ആണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സൈക്കോളജി. ഓക്കെ.
അപ്പം ഈ ഒരു കുടുംബത്തിൻ്റെ വിജയമാണ് ഈ അച്ചാറിൻ്റെ സംരംഭം. അപ്പം അതിനൊപ്പം ജസ്റ്റ് ചേച്ചിയുടെ കൈപ്പുണ്യം കൂടെ കൂടിച്ചേർന്നപ്പം ഇതൊരു വലിയ വിജയമായി മാറി. അപ്പം ഇനിയും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. ഈ അച്ചാറുകളുടെ ടേസ്റ്റ് മലയാളികളിൽ നിന്ന് മാത്രമല്ല നമ്മുടെ രാജ്യവും കടന്ന് പുറത്തേക്ക് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ നമുക്ക് പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ബൈ.